ശമ്പള പ്രതിസന്ധിയെ തുടർന്ന് നഴ്സുമാർ സമരം പുനരാരംഭിച്ച സാഹചര്യത്തിൽ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വിളിച്ച് തൊഴിൽ വകുപ്പ്. ഈ മാസം 30-ന് ലേബർ കമ്മീഷണറുടെ അധ്യക്ഷതയിലാണ് ചർച്ച. നഴ്സുമാരുടെ പ്രതിനിധികളും ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, തലസ്ഥാന നഗരി ഇളക്കി മറിച്ച ഒരു സമരത്തിന് ശേഷം ചില ആശുപത്രികളുമായുള്ള ചർച്ചയും ചിലയിടങ്ങളിൽ നിന്നുള്ള അനുകൂല തീരുമാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന വ്യാപകമായ അതൊട്ടുണ്ടാകുന്നില്ല, അതിനൊരു ഇനീഷ്യേറ്റീവ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നഴ്സുമാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. മധു, ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഒരു ചെറിയ ഇടവേള ഈ സമരത്തിന് UNA അടക്കം നൽകിയത്. അവർ മാനേജ്മെന്റുമായി ചർച്ച നടത്തിയിരുന്നു. രണ്ട് വട്ടമാണ് ചർച്ച നടത്തിയത്. പക്ഷേ ഈ രണ്ട് ചർച്ചയും പരാജയമായിരുന്നു. തുടർന്നാണ് വീണ്ടും അവർ ഇന്നു മുതൽ സമരത്തിലേക്ക് പോയത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇവരെ അടിയന്തരമായി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഈ മാസം 30-നാണ് നഴ്സുമാരുടെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് ഈ ചർച്ച നടത്തുക. ആശുപത്രി മാനേജ്മെന്റുകളുടെ പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ശമ്പള പ്രതിസന്ധിയെ തുടർന്ന് ഇന്നു മുതൽ വിവിധ ആശുപത്രികൾ, എറണാകുളത്ത് തന്നെ 3 ആശുപത്രികളിൽ, സംസ്ഥാനമൊട്ടാകെ 26 ആശുപത്രികളോളമാണ് ഇന്ന് സമരം നടന്നതെന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ 40,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കണമെന്നായിരുന്നു ആവശ്യം. ചില ആശുപത്രികളൊക്കെ ഇതിനോട് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് UNA പറയുന്നത്. 491 ആശുപത്രികളുമായി ഏകദേശ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് UNA പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ചില ആശുപത്രി മാനേജ്മെന്റുകൾ അടുക്കുന്നില്ല, അല്ലെങ്കിൽ സമ്മതിക്കുന്നില്ല. ഈ 40,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് UNA പറയുന്നത്. തുടർന്നാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്നു മുതൽ വീണ്ടും ഈ നഴ്സുമാരുടെ സമരം തുടങ്ങിയത്. നഴ്സുമാരുടെ സമരം ആശുപത്രിയുടെ പ്രവർത്തനത്തെ വലിയ തോതിൽ തന്നെ ബാധിക്കുന്നുണ്ട്. പല ഡിപ്പാർട്ട്മെന്റുകളിലും നഴ്സുമാരില്ലാത്തതിനാൽ ഡിപ്പാർട്ട്മെന്റുകൾ അടച്ചിട്ട നിലയിലായിരുന്നു നേരത്തെ ഈ സമരം നടന്നപ്പോൾ. ഇന്നും 2 ദിവസം ചില സ്റ്റാഫുകളെ മാത്രം അനുവദിക്കുമെന്നാണ് UNA പറയുന്നത്. അതിനുശേഷം ഈ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നഴ്സുകളെ കൂടി പിൻവലിക്കും. ഇപ്പോൾ നിലവിലുള്ള സ്റ്റാഫുകളെ കൂടി പിൻവലിക്കുമെന്നാണ് UNA പറയുന്നത്. അതുകൊണ്ട് ഈ സമരം തുടർന്നു പോയാൽ അത് ആശുപത്രികൾക്ക് വലിയ പ്രഹരമേൽപ്പിക്കും, സ്വകാര്യ ആശുപത്രിക്ക് വലിയ പ്രഹരമേൽപ്പിക്കും. ഈ സർക്കാർ ആശുപത്രികളിലേക്ക് ആളുകളെ മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. നേരത്തെ പല സ്വകാര്യ ആശുപത്രികളിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് താൽക്കാലികമായ നഴ്സുമാരെയൊക്കെ എത്തിച്ച് പ്രവർത്തനം നടത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതും പരാജയപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമരം തുടർന്നു പോവുകയാണെങ്കിൽ അത് ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കും. ആ ഒരു സാഹചര്യത്തിലാണ് ലേബർ കമ്മീഷണർ ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചർച്ചയിൽ ഒരു സമവായം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. 40,000 രൂപയാണ് അടിസ്ഥാന ശമ്പളമായി അവർ ആവശ്യപ്പെടുന്നത്. ഒരു മനുഷ്യൻ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ 40,000 രൂപയൊക്കെ, പ്രത്യേകിച്ചും കുടുംബമൊക്കെ നോക്കി മുന്നോട്ട് പോകാൻ 40,000 രൂപ വളരെ അടിസ്ഥാനപരമായ ഒരു ശമ്പളമാണ്. അതാണ് അവർ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല പലരും ലോണൊക്കെ എടുത്ത് പഠിച്ചവരാണ്. അപ്പോൾ അങ്ങനെ പല ബാധ്യതകളുണ്ട്. അതൊന്ന് നടക്കാനുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവർ വലിയ സമരത്തിലേക്കൊക്കെ ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്നത്.